ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനോടിയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നമ്മുടെ ആദർശ് ആകെ കെണിയിൽ പെട്ടിരിക്കുകയാണ്. ആദർശിനെ പെടുത്തിയിരിക്കുകയാണ് അഭി ഏതായാലും ഇപ്പൊ ഏതാണ്ട് എന്താ പറയാ, പുണ്യാളനായി എന്ന് വേണമെങ്കിൽ പറയാം. അഭി അങ്ങ് ആ ഒരു ഇതങ്ങ് ഏറ്റെടുക്കുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ എന്റെ കൊച്ചാണെന്ന് പറഞ്ഞേക്കാം. എന്തിനു വേണ്ടി? അനന്തപുരി തറവാട്ടിന്റെ മാനം രക്ഷിക്കാനും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ആ ഒരു മാനം രക്ഷിക്കാനും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനും ഒക്കെ വേണ്ടി ഞാൻ അതെല്ലാം ഏറ്റെടുത്തോളാന്നും പറഞ്ഞ് എന്താണ്ട് വലിയൊരു പുണ്യാളനൊക്കെ ആയി. ഏതായാലും ഇത് ഒത്തിരി ദിവസം നീണ്ടു നിൽക്കത്തൊന്നും ഇല്ല കേട്ടോ. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. കള്ളം എത്ര ദിവസം മറച്ചു വെക്കാൻ പറ്റും? അതിൽ കൂടുതലൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ നയന തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. കാരണം നയനയ്ക്ക് അറിയാം തന്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കില്ല, ആദർശ് അങ്ങനെ ഒരുത്തനല്ല എന്ന് നയനയ്ക്കും ദേവയാനിക്കും നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനിയുള്ള ആദർശിന്റെ മുന്നോട്ടേക്കുള്ള പോക്ക് കാണുമ്പോൾ തന്നെ നയനയ്ക്കും ദേവയാനിക്കൊക്കെ മനസ്സിലാകും. പക്ഷെ നാളെ നമ്മുടെ അഭിയുടെ കുട്ടി തന്നെയാണ് ഇത് എന്നാട്ടോ പറയാൻ പോകുന്നത്. അഭിയുടെ കുട്ടി തന്നെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ആ ഒരു തരത്തിലാണ് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും അറിയുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും അറിയാലോ സംഭവിക്കുന്നത് എന്താണെന്ന്. നമ്മുടെ അഭി തന്നെ അത് പറയും. ഇത് എന്റെ കുട്ടിയൊന്നും അല്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തന്നെ അഭി തന്നെ പറയും. ജലജയോട് പറയും. ജലജ അത് പിന്നെ പരത്തും. അങ്ങനെയൊക്കെ അറിയുകയും ചെയ്യും. നയനയും ദേവയാനിയൊക്കെ അറിയുകയും ചെയ്യും. എല്ലാ കുറ്റവും ഏറ്റെടുത്തതാണ് അഭി. ആദർശാണ് തെറ്റുകാരനെന്ന്. അപ്പൊ അവിടെ വീണ്ടും ആരാണ്? നമ്മുടെ അഭി അങ്ങോട്ട് വീണ്ടും പുണ്യാളനാവും. അപ്പൊ ഇതാണ് അഭിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും ആദർശിനെ തള്ളിപ്പറയും. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് വെളിയിലാക്കും. നയനയുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരും. അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലെ ഒരു എന്താ പറയാ, ആ ഒരു പഴയ സ്ഥാനം കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി നമ്മുടെ അഭി കാണുകയാണ്. അപ്പൊ അവര് ശ്മശാനത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നേരെ ശ്മശാനത്തിലേക്ക് പോകുന്നു. അവിടുത്തെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ കുഞ്ഞിനെ കൊണ്ട് കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യിപ്പിച്ചു വിട്ട് വേണമല്ലോ തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കുട്ടീനെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനന്തപുരി തറവാട് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ നമ്മുടെ നയന വന്നു കഴിയുമ്പോഴത്തേക്കും ആദർശേട്ടൻ വന്നില്ല എന്ന് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇല്ല ആദർശ് വന്നില്ല. അല്ല, മുത്തശ്ശൻ വിളിച്ചിട്ട് പോയതായിരുന്നല്ലോ അമ്മേ. മുത്തശ്ശൻ വിളിച്ചിട്ടോ? അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടു. അതെ, ഹോസ്പിറ്റലിലേക്ക് അങ്ങാണ്ട് പോവാന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് പോയെന്നോ? അല്ല മോളെ, എന്തെങ്കിലും പ്രശ്നം വല്ലതും അച്ഛന്? പ്രശ്നമൊന്നും ഇല്ലെന്നാ ആദർശേട്ടൻ പറഞ്ഞത് അമ്മയെ. പക്ഷെ എന്തോ കാര്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിയും ഇപ്പൊ അവിടെ ഉണ്ട്. എന്നോട് ആദർശേട്ടൻ പറഞ്ഞായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്ത് വേറൊരു സംഭവം അവിടെ നടന്നു. നമ്മുടെ നവ്യക്ക് ആ ഒരു പ്രസവ വേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ അതുകൊണ്ട് പ്രസവ വേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് നമ്മുടെ നവ്യ സഹിച്ച് നിൽക്കുകയാണ്. അതായത് പ്രസവ വേദനയാണോ ഇല്ലയോ എന്ന് അറിയില്ല. അത് മാത്രമല്ല, പെയിൻ കൂടുകയാണെങ്കിൽ അഭീനെ വിളിച്ചോണ്ട് പോകാം എന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട് അവിടെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ശ്മശാനത്തിലൊക്കെ പോയി കർമ്മവും ക്രിയയൊക്കെ ചെയ്തിട്ട് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നു. കാറ് കൊണ്ടുവന്ന് നിർത്തുന്നു. ആദർശും മുത്തശ്ശനും ആദ്യം ഇറങ്ങി വരുന്നു. ആദ്യം ഇറങ്ങി വരുന്നതിന്റെ പുറകെ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് നമ്മുടെ അഭിയും കയറി വരുന്നു. ഏതായാലും ഇത് അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദേവയാനിയും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ നയനയും ജലജയും അനാമികയും പിന്നെ ജാനകിയും എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും വല്ലാത്തൊരു ഞെട്ടലിലാണ്. ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതേതാ കുഞ്ഞ്? അല്ലബി, ഇതാരുടെ കുഞ്ഞാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, പറയാൻ ഒരുപാടുണ്ട്. പറയുകയാണെങ്കിൽ ഇപ്പം തൽക്കാലം ഇത് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോള് തന്നെയാണെന്ന് പറഞ്ഞു. അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോളോ? അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടുക. അപ്പൊ ജലജ ഇങ്ങ് കയറി വന്നിട്ട്, നിങ്ങൾ എന്ത് വർത്താനമാ അച്ഛ ഈ പറയുന്നത്? അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോളോ? അതെങ്ങനെ ശരിയാകും? അതൊന്നും ശരിയാവത്തില്ലോ എന്ന് പറയുമ്പോ, അതെന്താ ശരിയാവത്തില്ലാത്തത്? അല്ല, ഇനിയിപ്പം അച്ഛൻ വല്ല ദത്തുപുത്രി വല്ലതും ആണോ എന്നിങ്ങനെ നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, അതെന്താ ദത്തെടുത്താൽ പ്രശ്നം? ദത്തെടുത്താൽ എന്താ ജലജ പ്രശ്നം ഇരിക്കുന്നത്? അറിയാലോ, പഴയ കഥകളൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് അത് അനാഥയായെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ ദത്തെടുത്തെങ്കിൽ എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഇത് ദത്തുപുത്രിയോ ഒന്നുമല്ല, ഇവൾ അനന്തപുരി തറവാട്ടിലെ ഒറിജിനൽ കൊച്ചുമകളാണെന്ന്. പെട്ടെന്ന് വീണ്ടും ഞെട്ടിപ്പോവാണ് കേട്ടോ. നമ്മ ദേവയാനി പറഞ്ഞു, എന്താ അച്ഛ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ ദേവയാനി,
ഇത് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളാണ്. ആ അതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഏതായാലും ഈ കാര്യം നമ്മുടെ അനന്തപുരി തറവാട്ടിൽ മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി, പുറത്താരും അറിയൊന്നും വേണ്ട. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് പുറത്തൊരു ചർച്ചാ വിഷയമാകും. ഇത് നമ്മുടെ അഭിയുടെ കൊച്ചുമകളാണ് എന്നിങ്ങനെ പറയാ. ഇത് കേട്ടത് ഞെട്ടിപ്പോയി. അഭിയുടെ അല്ല, അഭിയുടെ മകളാണ് എന്നിങ്ങനെ പറയും. ഇത് കേട്ടത് ഞെട്ടിപ്പോയി. ഇത് കേട്ടത് ദേവയാനിയും ജലജയൊക്കെ എന്താ അച്ഛ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കരുത്, ഇവള് അഭിയുടെ കുഞ്ഞായിട്ടായിരിക്കും ഇവിടെ വളരാൻ പോകുന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജലജ രൂക്ഷമായിട്ട് ഇങ്ങനെ അഭിനെ നോക്കാണ്. എടാ നിനക്ക് വെച്ചിട്ടുണ്ടോ, അപ്പം ഇവന്റെ അവീതത്തിൽ തന്നെ ഉള്ളതാണെന്ന് നമ്മുടെ ജലജയ്ക്ക് മനസ്സിലായി. ജലജയ്ക്ക് അറിയാലോ സ്വന്തം മകൻ ഏത് പാതയിൽ സഞ്ചരിക്കും, എതിരെ പോകും, എന്തൊക്കെ പുലിമാലി കേസ് പിടിച്ചോണ്ട് വരും എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ജലജ. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാൻ ജലജയ്ക്ക് ഇത് എന്റെ പുത്രി തന്നെയാണെന്ന് അറിയാതിരിക്കാം. ഏതായാലും അറിയണമല്ലോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ആ കുട്ടീനെ കണ്ടിട്ട് മുത്തശ്ശി ചോദിച്ചു, പേരെന്താ, മോളുടെ പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പേര് ചന്തുമോൾ എന്നാന്ന് പറഞ്ഞു. അല്ല മോളുടെ അമ്മ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, കുട്ടിയുടെ അമ്മേനെ കുറിച്ചൊന്നും ചോദിക്കണ്ട, അവളുടെ അമ്മ ഇപ്പം ഇല്ല, മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ കുട്ടി വീണ്ടും ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു, മോളിങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഒക്കത്തൊക്കെ ഇങ്ങനെ വെക്കുകയാണ്. ഒക്കത്തൊക്കെ ഇങ്ങനെ വെച്ചു. മോളുടെ പേരെന്താ, മോള് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, ഞാന് UKG പഠിക്കുന്നുണ്ട്, എന്റെ പേര് ചന്തുമോൾ എന്നാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്റെ അമ്മ പാവമായിരുന്നു, എന്റെ അമ്മയെ മരിച്ചുപോയി, എന്റെ അമ്മ മരിച്ചു പോയോണ്ടാ ഞാൻ ഇവിടെ വന്നത് എന്റെ അച്ഛന്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കുട്ടി നോക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് കേട്ടോ. അപ്പൊ നയനയ്ക്ക് ഒരു വല്ലാത്ത പന്തികേട് തോന്നുന്നുണ്ടേ. അപ്പൊ നയന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ആദർശിനെ തന്നെയാണല്ലോ ഈ കുട്ടി നോക്കുന്നത്. അപ്പൊ നയനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നയനിക്ക് ഒരു വല്ലാത്തൊരു പന്തികേട് തോന്നുകയാണ്. അപ്പം ജലജയാണെങ്കില്, അല്ല ആരാ പറഞ്ഞത് ഇത് ഇവിടുത്തെ കൊച്ചുമകളാണെന്ന്? അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും ട്രാപ്പിൽ പെടുത്താനാണെങ്കിലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഈ ചിന്ത തന്നെയായിരുന്നു എനിക്കും ആദർശനും അഭിക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഇതിൽ ഞങ്ങളുടെ ചിന്ത മാറ്റി തന്നത് ഈ കൊച്ചുകുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവള് ഇനി ഇവിടുത്തെ എന്റെ കൊച്ചുമകളായിട്ട് തന്നെ വളരും. ഇവളെന്റെ കൊച്ചുമകൾ തന്നെയാണ്. അപ്പൊ അതിനാരും തടസ്സം നിൽക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് കയറിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ അഭി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ജലജ അങ്ങ് ചെന്നില്ല. ജലജ ചോദിച്ചു, എന്താടാ ഈ കേൾക്കുന്നത്, എന്താടാ നീ പറയുന്നത്, നിന്റെ കൊച്ചുമോളോ, നീ എന്താ ഈ കാണിക്കുന്നത്? അല്ല നിന്റെ കൊച്ചുമോളോ എന്നല്ല, നിന്റെ മോളോ, നീ എന്താടാ അഭി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ, എന്ത് ചെയ്യേണ്ടി വന്നു? നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ മോന്തക്കുറ്റിക്കിട്ട് അടിക്കാനൊക്കെ ശ്രമിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, അമ്മ സമാധാനമായിട്ടിരിക്കുക, ഇപ്പൊ എന്ത് വന്നാലും അത് നല്ലതിനാണെന്ന് മാത്രം അമ്മ കൂട്ടിക്കൊണ്ടാ മതി. ഇത് നല്ലതിന് വേണ്ടിയാണ് നമ്മ കൂട്ടുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ജലജയോട് അഭി ആദ്യം പറയുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആദർശ് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആദർശ് റൂമിനകത്ത് കയറി പോകുന്നു. നമ്മുടെ നയനെ ആദ്യം കണ്ട ആദർശല്ല, അതായത് കുറച്ചു നേരം മുമ്പ് നമ്മുടെ നയനെ കണ്ട ആദർശല്ല, മുത്തച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ആദർശനോട് ചോദിക്കുകയാണ് നയനെ, എന്ത് പറ്റിയ ആദർശേട്ടാ, ആദർശൻ എന്തോ ഒരു മുഖത്തൊരു പരിഭ്രമവും ഒക്കെ പോലെ, എന്ത് പറ്റിയ ആദർശേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഒന്നുമില്ല. അല്ല എന്താ ഈ ചന്തുമോള്, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആദർശേട്ടാന്ന് പറയുമ്പം, അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലായിക്കോളും, ഇപ്പൊ ഞാൻ ഇച്ചിരി ടയേർഡാണ്, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കൊന്ന് ഇരിക്കണം, നീ പുറത്തു പൊക്കോ എന്ന് പറയാ. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ നയനയ്ക്ക് പിടികിട്ടി, വീണ്ടും എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ആദർശാകെ പെട്ടിരിക്കുകയാണ്. നാളെ അറിയുന്നില്ല, ഈ കുട്ടി തന്നെയാണ്, പക്ഷെ ആദർശാണ് അച്ഛൻ എന്നൊക്കെ ഈ കുട്ടി തന്നെയാണ് പറയുന്നത്, പരത്തുകയൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ വീഴും കേട്ടോ, എന്റെ അച്ഛന് ആദർശാണെന്ന്. കൊച്ചങ്ങനെ പറയാൻ കാരണം, കൊച്ചിന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയിൽ ആദർശിനെയാണല്ലോ കണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചങ്ങനെ പറയുന്നത്. ഏതായാലും ഈ കള്ളത്തരം അവിടെ പൊളിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഭൂകമ്പങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ പോവുകയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ്. നമ്മൾ നാളെ രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരും കേട്ടോ. അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷം നമ്മുടെ ഇതിന്റെ താഴത്തെ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. താല്പര്യമുള്ളവരും കാണുന്നവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ, അടിപൊളി വീഡിയോസ് ഒക്കെയാണ് കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ പുതിയ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡറൊക്കെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പം ആവശ്യക്കാര് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ 2-3 വീഡിയോസ് ഒക്കെയാണ് ദിവസം ഇടുന്നത്. ഇനിയിപ്പം കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ 2-3 ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പം പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നാളെ രാവിലെ വരാം. അപ്പൊ അതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.